ഹലോ. അസ്സലാമലൈക്കും. ഇസ്ലാം. മൻസൂർ സാഹിബാണോ? അതെ. ഇത് കോഴിക്കോട് നിന്നാണ്, കൊടുവള്ളി മജീദ് എന്ന് പറയും. ഞാൻ ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. അതെന്ന് വെച്ചാല് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി. ഉം. നമ്മളെ ഔലിയാക്കള് മഹാന്മാക്കളൊക്കെ സഹായിക്കും എന്ന് പറയുന്നുണ്ടല്ലോ ഈ സമസ്ത മുസ്ലിയാക്കന്മാര്. ഇത് ഏത് രീതിയിലുള്ള സഹായം എന്ന് ചോദിച്ചിട്ട് ഒരു കൃത്യമായിട്ട് പറയുന്നില്ല. എനിക്കിപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് വീട്ടിലെ തേങ്ങ വലി അങ്ങനെ കുറെ കൃഷിപ്പണിയൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു സഹായം എന്തുകൊണ്ടാ ഔലിയാക്കൾ സഹായിക്കാത്തത്, അതെന്താ അവർക്ക് കഴിയാത്തത് എന്ന് ഒരു ക്ലാരിറ്റി എന്താ കിട്ടാത്ത ഇവരോട്? സഹായം എന്ന് പറയുമ്പോ എല്ലാം പെടുമല്ലോ. പിന്നെ ഒരു കാണും, ഒരു കേൾക്കുന്നാ പറയുന്നത്. മഹാന്മാർ കേൾക്കൂലേ കാണൂലേ എന്ന് പറയുന്നത്. ഓൾക്ക് വേറെയും കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ തിന്നുക, കുടിക്കുക, പിന്നെ മറ്റു സംഗതികളൊക്കെ ഉണ്ടല്ലോ. നല്ല മൂത്ത ആ ഒന്നും ഓൾക്ക് കഴിയൂല എന്നാണ് ആണോ? എന്താണ് ഇതിന്റെ ഒരു നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു. ഞാൻ മനസ്സിലാക്കിയത് 400 കൊല്ലം മുമ്പ് എഴുതി വെച്ച കുറെ മാലകള് അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. സാഹിബിന് മനസ്സിലായല്ലോ. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോർന്ന് പണ്ട് എഴുതി വെച്ചതാണ്. അത് കാലങ്ങളായിട്ട് കാക്കക്കാരണവന്മാര് വാപ്പക്കാരണവന്മാര് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ഒരു വിഭാഗം ആളുകൾ തൗഹീദിന്റെ വാഹകരായിക്കൊണ്ട്, പല വിഭാഗമായിരിക്കാം, ഖുർആനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ പറഞ്ഞു ഇത് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിനെതിരാണ് എന്ന് പറഞ്ഞപ്പോ അതിന് ന്യായീകരണമായിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. റേഞ്ചിന്റെ പ്രശ്നം എന്തേലും ചെറിയൊരു വേരിയേഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഒരൊറ്റ ഞാനിങ്ങളെ മുഴുവൻ പരിപാടികളും കേൾക്കലും പറയുന്നുണ്ട്. അപ്പൊ ഇതിന് മുല്ലാമാരുമായിട്ടുള്ള പല ഗ്രൂപ്പിലും സംസാരിക്കലുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സംഗതിയിൽ ഓല് ചീത്ത അറിഞ്ഞൂടാ ചെയ്യുന്നത്. ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആയിക്കോട്ടെ, ഞാൻ പുറത്തിറങ്ങാം. ഇവിടെ ഞാൻ ബിൽഡിങ്ങിന് അകത്താണ്. അപ്പൊ ഇവിടെ കുറച്ച് ചെറിയൊരു റേഞ്ച് പ്രോബ്ലം ഉണ്ട്. അവിടെ തൊട്ടപ്പുറത്ത് മൊബൈൽ ജാമറുള്ള, അതിന്റെ തൊട്ടപ്പുറത്ത് മൊബൈൽ ജാമർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയറാ. ഓക്കെ. അത് ഞാനിരിക്കുന്ന ഏരിയയുടെ തൊട്ടപ്പുറത്ത് മൊബൈൽ ജാമറുള്ള ഏരിയ ഉണ്ട്. അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോ ഇവര് സഹായത്തേട്ടം എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഈ മുഹീദ്ദീൻ മാലയില് ഖാദി മുഹമ്മദ് ഒരുപാട് വർഷം മുമ്പ് എഴുതി വെച്ചതാണ് ഈ ഒരു കാര്യം. ഇസ്തിഗാസ എന്നുള്ള ആ ഒരു സാധനം വിട്ടുകഴിഞ്ഞാല് ഇവർക്ക് പിന്നെ നിലനിൽപ്പില്ല. മൗലൂദ് ഗ്രന്ഥങ്ങളിൽ മുഴുവനുള്ളത് ഇതേ കൺസെപ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ബദർ മൗലൂദിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗാനങ്ങള് ഏതൊക്കെയോ കവികൾ എഴുതിയ എന്തൊക്കെയോ വരികളാണ്. എന്നാൽ അതിന് ഇക്കായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുന്ന ആ പദ്യമല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിൽ പറയുന്ന കുറെ കാര്യങ്ങള്, അത് മങ്കൂസിലാണേലും ജാല മുഹമ്മദിലാണേലും ഏതിലാണേലും അവർ കള്ളക്കഥയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ഒരു കാര്യമാണ്. മഹാന്മാർ ഇപ്പോ ഒരു കാക്ക ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുമ്പോ വീട് ഏൽപ്പിക്കാൻ ആരുമില്ല. അപ്പോ ഈ കാക്ക എന്ത് ചെയ്തു? അസ്മാഉൽ ബദറിന്റെ പേര് വീടിന്റെ ചുമരിൽ എഴുതി വെച്ച് മൂപ്പര് ഹജ്ജിന് പോയി. പിന്നീട് ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ അതിനിടക്ക് സംഭവിച്ചത് കള്ളന്മാര് വരുന്നു, കക്കാൻ ശ്രമിക്കുന്നു. അതെ എന്റെ ഒന്നോ രണ്ടോ വീട്, അതെ അതിലുള്ളതാണ്. അങ്ങനെ അപ്പൊ ആ കഥ നിങ്ങൾക്ക് അറിയാലോ. അതിനുശേഷം കള്ളൻ തന്നെ പറഞ്ഞ കഥ. അതെ, കള്ളൻ തന്നെ, റാവി കള്ളനാണ്, അവിടെ തന്നെ തള്ളേണ്ടതാ. പിന്നത് ഒരു ഫുലാനാണ്, ഏതൊരു കാക്കയാണ്. അങ്ങനെ അവസാനം കാക്ക ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ കള്ളം വന്ന് ചോദിക്കണം, അല്ല കാക്കേ നിങ്ങൾ ആരെയാണ് ഇവിടെ ഏൽപ്പിച്ചിരുന്നത്? അപ്പൊ പറയാണ് അസ്മാഉൽ ബദറിന്റെ പേര് എഴുതി വെച്ച് ബദറിൽ തവക്കൽ ചെയ്തിട്ട് പോയിന്ന്. ഇത് ഈ പച്ച കളവ് പറയുമ്പോ അവിടുത്തെ ഏറ്റവും വലിയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നും ആളുകൾ അകറ്റുകയാണ്.
അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? ഒട്ടകത്തെ നീ ആദ്യം കെട്ടുക, എന്നിട്ട് തവക്കലാക്കുക. അപ്പോ തവക്കുൽ അള്ളാഹുവിലേക്കുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ എന്താണ് തവക്കുല് എന്നുള്ളത് പഠിപ്പിക്കേണ്ട ആളുകള് ഇതുപോലെയുള്ള വികണ്ഠവാദങ്ങളും പിഴച്ചവാദങ്ങളും അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളുടെ. മജീദ്. മജീദ്. ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ വലിയ എല്ലാ ഗ്രൂപ്പിലും എന്നെ ആഡ് ചെയ്യും. അപ്പൊ ഇതിന് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ മർക്കസിലും പല സ്ഥലത്തും നിങ്ങൾ പിന്നെ എഴുതിയിട്ടാ മതിയല്ലോ. ഒരു സ്ഥലത്ത് പോലെ എഴുതിയിരുന്നില്ല, ഓലെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് പോലെ എഴുതിയിരുന്നില്ല. അതിനൊക്കെ സെറ്റപ്പ് പോലെ ചെയ്യാ. എന്നിട്ട് ഈ ജനങ്ങളോട് ഈ ജാതി കളവ് പറയാ. അതുപോലെ CM മടവ് ഒരു കപ്പൽ നന്നാക്കുന്നു, വിമാനം താഴെ ഇറക്കുന്നു, മരിച്ചോലെ ജീവിപ്പിക്കുന്നു. ഈ മരിച്ചോലെ ഇയാൾക്ക് സുഖേടായപ്പോ ഇയാളെ പറയാ ചെമ്പ് കണക്കിന് മുടിവെള്ളുണ്ട്, അല്ലെ ബായാർ തങ്ങളൊന്ന് കൊണ്ടുവന്ന നാട്ടിൽ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് ഊതിന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ഓല് ചെയ്യുന്നില്ല. ഓല് നേരെ ആംബുലൻസ് വിളിച്ചിട്ട് മുജാഹിദിന്റെ ആശുപത്രിയിലേക്കാണ് പോയത്. അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോ സത്യത്തിൽ ഓല് ഞാൻ ചൂടാകുക ചെയ്യുന്നത്. എന്നാൽ മര്യാദയ്ക്ക് ഒരു മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങള് ഓലെ മരിച്ചോല് കാണുമെങ്കിൽ മുലിയാക്കന്മാര് കവർമ്പുറത്ത് പോയില്ലേ? ഈ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കൂടെ കാണുന്ന ആക്ക് ബല ടൗസറിന്റെ ഉള്ളിൽ കൂടെ കാണാൻ കഴിയൂലേ? ഞാനും മുല്യാമാരോട് ചോദിക്കാൻ ചോദ്യം, എന്തിനാ അപ്പൊ നിങ്ങൾ ഉടുത്ത് കിടക്കുന്നത്? കവർമ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. ബല വാദപ്രകാരമാണെങ്കിൽ ഒരാൾക്ക് കാത്ത് കിടക്കാൻ പറ്റുമോ? ഒരു മുല്യാൻ നമുക്ക് ഔലിയാൻ കൊണ്ടുവന്ന് നമുക്ക് അപ്പുറത്തോ കിടത്താൻ പറ്റുമോ? അല്ലെ ഓല് കല്ലിന്റെ ഉള്ളിൽ കൂടെയും കാണൂലേ? നമ്മളപ്പുറത്ത് കിടത്തും. പല സിനിമകളിലോ പല തോന്നിയാസങ്ങളും ഓല് കാണുമല്ലോ. ഓല് അവിടെ നിന്ന് കാണുകയാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദി തോലില്ലേ? ഇതൊക്കെ തടയേണ്ട ബാധ്യത തോലില്ലേ? ഇതൊന്നും മുലിയാക്കന്മാരെന്ന് വെച്ചാല് ചീത്ത അറിയാ. പിന്നെ പല ജാതി തെറിയും വിളിച്ചറിയാം. എനിക്ക് തെങ്ങിന്റെ മുകളിൽ തേങ്ങ വലിക്കാൻ ഒരു ഔലിയാക്കന്മാരെ അല്ലെങ്കിൽ മഹാത്മാക്കളായാലും വിൽക്കുന്ന പ്രശ്നം വരില്ല. ഇങ്ങനത്തെ കാര്യങ്ങള് ചോദിക്കുമ്പോ നല്ല ചൂടാവും. ഞാൻ നിങ്ങളതിൽ നിന്നാ കുറെ പോയിന്റ് പഠിക്കല്. അത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി എന്താന്നൊന്ന് ചോദിച്ചാണ്. ഈ മരിച്ചവർക്ക് കാണല് മാത്രം കേക്കല് മാത്രല്ലല്ലോ, പലതും ഇല്ലേ? മൂത്രമൊഴിക്കണ്ടേ ഇവർക്ക്? അവിടെ ആ ഒരു കാര്യം പറയുമ്പോ ഇനി ഒരു പോയിന്റും കൂടി അതിലേക്ക് പറയാം. നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം സലാത്ത് ചെല്ലുകയാണെങ്കിലും പ്രവാചകരോട് നമ്മൾ സലാം പറയുകയാണെങ്കിലും ഒക്കെ അത് അവിടെ എത്തിക്കുവാൻ പ്രത്യേകം മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോ അതെന്തിനാണത്? പ്രവാചകന് മാത്രമാണ് ആ ഒരു കാര്യമുള്ളത്. എല്ലാ സമയത്തും കേൾക്കുമെങ്കിൽ ഇങ്ങനെ ആളെ എത്തിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. സലാം മടക്കുവാൻ വേണ്ടി പ്രവാചകന് റൂഹിനെ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അത് എപ്പോ കൊടുക്കുന്നു? അതൊക്കെ ബർസഖിയായ കാര്യമാണ്, അള്ളാഹുവിന്റെ കൈക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊന്ന്, ഒരു ഹദീസിലുണ്ട്, അത് ലൈഫാണെന്നും അഭിപ്രായമുള്ള ഒരു ഹദീസ്. പ്രവാചകന്റെ ആ ഖബർ ഷരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് എന്റെ സഹോദരൻ ഈസ എന്നോട് സലാം പറയുമ്പോ ഞാനത് അതിന് ജവാബ് കൊടുക്കും, സലാം മടക്കും എന്ന് പറയുന്നുണ്ട്. സലാം പറയുന്നത് ആരാണ്? ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ്. ഒരു നബി എന്ന് പറഞ്ഞിട്ട് നുബൂവത്ത് മാത്രമല്ല, റിസാലത്തുള്ള ആളാണ്. സലാം മടക്കും എന്ന് പറയുന്ന ആരാണ്? അമ്പിയാക്കളുടെ, മാനവരുടെ മുഴുവൻ നേതാവ് എന്നത് അമ്പിയാക്കളുടെ നേതാവായ പ്രവാചകനാണ്. രണ്ടും ഈ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ഇവര് കൂട്ടിക്കെട്ടി ആകെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുക അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്. ഇനി കാക്കൂരോട് കാര്യം കൂടി പറയാം. ഇപ്പൊ പുതിയ വാദം അതാണ്, ലൗജീബന്ന എന്ന് പറഞ്ഞ കണ്ടിട്ട് ഈസാ നബി വന്നാൽ ഞാൻ പിന്നെ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഇപ്പൊ മരിച്ചോൽ കേൾക്കുന്നുള്ളതിന് ഏറ്റവും നൂതനമായിട്ട് മുസ്ലിം ഓൽക്ക് എനിക്ക് തോന്നുന്നു സിസ്റ്റമാറ്റിക്കലായിട്ട് കുറച്ച് സംഗതികൾ ഉണ്ട് തോന്നുന്നു. ഒരേ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടോല്. പഴയ പറയുന്ന കുറെ വാദങ്ങൾ ഒഴിവാക്കി ഇപ്പൊ പുതിയ വാദം ഇതാങ്ങൾ പറഞ്ഞ ഈ വാദത്തിലാണ്. അതായത് ഇന്നെ പോലെയുള്ള സാധാരണക്കാരടക്കം അവരെ മടക്കി ചുരുട്ടി അപ്പുറത്തേക്ക് വെക്കൽ തുടങ്ങിയപ്പോ അവർക്ക് ആ ഒരു അർത്ഥത്തിൽ പറയേണ്ടി വരികയാണ്. ഇതുപോലെ അവരൊരു കള്ളക്കഥ പറയലുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു വരൾച്ചയുണ്ടായി. അന്ന് ഇസ്തശ്കലു ഉമ്മത്തിക്ക് യാ റസൂലല്ലാഹ് എന്ന് ഒരു സ്വഹാബി പോയി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 2 കഥകൾ കൂട്ടിക്കെട്ടിയാണ് അവര് ആളുകളെ വഞ്ചിക്കാറുള്ളത്. മണ്ണ് വാരി തലയിൽത്തോക്കല്ലേ? കവിള് ചേർത്ത് ഖബറിന്റെ അടുത്തിരുന്ന് ഇസ്തശ്കലു ഉമ്മത്തിക്ക് യാ റസൂലല്ലാഹ് എന്ന്. അതായത് അത് ചരിത്രം എന്ന് പറഞ്ഞാൽ അതിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നബിന്റെ കവറ് വീടിന്റെ ഉള്ളിലാണല്ലോ, ആയിഷ ബീബിന്റെ വീടിന്റെ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ അങ്ങനെ ഏതെങ്കിലും അറബിക്ക് കയറി ചെല്ലാൻ പറ്റൂലല്ലോ. അത് നല്ലൊരു പോയിന്റ് അല്ലേ? അല്ല, അതിന്റെ അപ്പുറം എന്താണെന്നറിയോ?
അവിടെ വരൾച്ച ഉണ്ടായപ്പോ ആ, ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തൊരു സ്വഹാബി പോയിട്ട് പറയുകയാണ്. ആ സ്വഹാബിയുടെ പേര് ആ, ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്നാണ്. ആ രേഖയിലൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഒരു റിപ്പോർട്ട് ഉണ്ട്. പക്ഷെ അതിന് പോരായ്മകൾ പല ആളുകൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ തെറ്റില്ല. ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ അതിലൊരു തെറ്റുമില്ല. ഒരു സ്വഹാബി പ്രവാചകനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ സ്വഹാബിക്ക് പ്രവാചകനെ മുൻപ് കണ്ട ആളാണല്ലോ. ആ നിലക്ക് കാണാം. അപ്പൊ സ്വപ്നത്തിൽ കണ്ടു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും പറഞ്ഞു. അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. സ്വപ്നാണ് പുള്ളി അല്ലേ? അത് സ്വപ്നാണ്. എന്നാൽ അതുമക്ക് കൂട്ടിക്കെട്ടുന്ന ഒരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസന്നഫ് എന്ന് പറയുന്ന അബീഷൈബയുടെ മുസന്നഫിലുണ്ട്. മുസന്നഫിലുണ്ട് സെയ്ഫിന്റെ ഫുതൂഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. എങ്ങനെ? ഒരു ഫുലാൻ, ഒരാള്, ജാഹറജുൽ എന്നാണ് ഒരാള്, ഒരു മനുഷ്യൻ, ഒരാള് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയിട്ട് ഇസ്തഷ്കലി ഉമ്മത്തിക്ക് യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോ പിന്നീട് ജാഹറജുലിൻ, ആ റജുല് പിന്നീട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടും രണ്ട് സംഭവമായിട്ടല്ലേ ശരിക്കും വരുന്നത്? രണ്ടും ഒന്ന് കള്ളക്കഥയാണ്, ഒന്ന് ഒരു വിഭാഗം ആളുകളൊക്കെ സംഭവിച്ചു എന്ന് പറയുന്ന കഥയാണ്. അതിൽ ഇസ്തിഗാസയിലോട്ട് വന്നിട്ടില്ലല്ലോ. മറ്റേ യഥാർത്ഥ കഥയിൽ ഇസ്തിഗാസ അല്ലല്ലോ. യഥാർത്ഥത്തില് ഇപ്പൊ ഈ ഹാരിസ് ബിൻ മുസ്നി റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹം പ്രായം ചെന്ന ഒരു സഹാബിയാണ്. ആ സ്വഹാബി ഉമർ റളിയല്ലാഹുവിനോട് പറയാണ്, ഉമറെ, ഞാൻ ഇന്നലെ പ്രവാചകനെ സ്വപ്നം കണ്ടു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ബേജാറാകുകയാണ്. അദ്ദേഹത്തിന് എന്റെ ഭരണത്തിൽ എന്തെങ്കിലും മോശമുണ്ടോ എന്നൊക്കെ ബേജാറാകുകയാണ്. പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അത് സാദാത്യങ്ങളെ അതെ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മഴ സംഭവിച്ചത്. അതെ, പിന്നെ മൃഗങ്ങളെ വരെ കൊണ്ടുവരുന്നാണ് അതിലുണ്ടായിരുന്നത്. അതെ. ഈ ചരിത്രത്തോട് നമുക്ക് മറ്റൊരു ചരിത്രം കൂടി കൂട്ടി വായിക്കാനുണ്ട്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ മെമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വരികയാണ്. സ്വഹാബി ഒരു നാടോടിയുടെ അപ്പുറത്ത് മറ്റേതോ ഒരു ഏരിയയിലുള്ള ഒരു അറബി വന്നുകൊണ്ട്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയണ, അപ്പൊ റസൂലുള്ള എന്നാ ഈ CM മടവൂരോ അല്ലെങ്കിൽ കോയപ്പാപ്പ മുണ്ടുപൊക്കി മൂത്രമൊഴിച്ച പോലെ അല്ല പറഞ്ഞത്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചു, മഴ വർഷിച്ചു, മഴ അധികമായി. എങ്ങനെ? പിറ്റേ ആഴ്ചയാണോ മഴ അധ്യായിപ്പ് റസൂലെ വേറെ ഏതോ ഭാഗത്തേക്ക് പോയിക്കോട്ടെ ആ സമയത്ത് തന്നെയാണ്? അതെ, ആ അതിൽ തന്നെയാണത്. മഴ അധികമായി റസൂലേ എന്ന് പറഞ്ഞപ്പോ എന്നാ നിക്കട്ടെ എന്നും പറയല്ല റസൂലേ. ഇത് അതെ, ഇവര് പിന്നെ ഔലിയാക്കൾ എന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളെ കുറിച്ച് ഇവര് പ്രചരിപ്പിക്കുന്ന പ്രചാരം നേടിയ കഥകളിലൊക്കെ അത് വേണ്ട, അത് നിക്കട്ടെ, അത് പോകട്ടെ, ഇതാണല്ലോ. എന്നാൽ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം മഴ ലഭിച്ചിട്ടുണ്ട്, ഇനി ആവശ്യമുള്ള സ്ഥലത്തേക്ക് അത് മാറിപ്പോട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. ഇതൊക്കെ സ്വഹീഹായ റിവായത്തോടെ വന്ന ഹദീസുകളാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യം മാറ്റിവെച്ചുകൊണ്ട് ഇവര് ഈ സാധു ജനങ്ങളെ, അന്ധവിശ്വാസികളായ ജനങ്ങളെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, സാധുക്കളെന്നൊന്നും പറയാൻ പറ്റില്ല, യഥാർത്ഥ ദീൻ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അറിയില്ല സാഹിബേ. അതായത് യഥാർത്ഥത്തിൽ ബേസിക്കലി മതം ഞാനൊക്കെ ഇതിൽപ്പെട്ട ആളേനോ. ഞാൻ കവർ മുത്താനും നക്കാനും നവീനത്തിനൊക്കെ പോയിട്ട് ഇതൊക്കെ വലിയ പുണ്യാന്ന് വിചാരിച്ചിട്ട് കുറെ കാലം ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് സംഗതികൾ കേട്ടപ്പോഴാണ് പിന്നെ പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് അറബിയൊന്നും വായിക്കാൻ അറിയില്ല, പക്ഷെ നിങ്ങളെ പോലത്തെ ആളുകളെ കുറെ പ്രസംഗങ്ങളാണ്, നിങ്ങളെ ഈ പോയിന്റുകള് വല്ലാതെ നമ്മളെ മനസ്സിനെ ഇതാകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നും നിങ്ങളങ്ങനെ വിളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്പർ ഞാൻ ശേഖരിച്ചിട്ട്. അതുപോലെ അമീർ ഖാന്റെ മൂപ്പരെല്ലാ വീഡിയോസും എനിക്ക് വിട്ടുതരലുണ്ട്. നിങ്ങള് എന്റെ ഇതില് കയ്യെങ്കിൽ നിങ്ങൾ വിട്ടുതരണോ ഈ നമ്പറില്? ഇപ്പൊ സാധാരണ വീഡിയോ ചെയ്യാറില്ല, കുറെ പ്രശ്നങ്ങൾ കാരണം, കുറച്ച് ജോലി തിരക്കും ഒക്കെ കാരണം. പിന്നെ നേരത്തെ അത്ര തന്നെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഇലക്ട്രീഷ്യനാണ്. പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഉപജീവനത്തിന് അത് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പിന്നെ കൂടുതൽ വീഡിയോകൾ ചെയ്യുമ്പോൾ വർക്ക്
കൂടുതൽ എടുക്കാൻ കഴിയില്ല. അതൊക്കെ ശരി, അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് പണി കിട്ടൽ തുടങ്ങിയപ്പോ എല്ലാരും കൂടിയിട്ട് എന്റെ ചാനലുകൾ പൂട്ടിച്ചു. ഞങ്ങൾ പറഞ്ഞ കുറെ തലയൊക്കെ പറയുണ്ടായി. അപ്പൊ അതെന്തായാലും ചെയ്യും. ഉം. കാരണം നിങ്ങളെ ഓലെ അന്നം മുട്ടിക്കാ ചെയ്യുന്നത്. സത്യത്തില് ഓലെ കച്ച ഞങ്ങൾ പിടിക്കുന്നത്. അതൊക്കെ അൽഹംദുലില്ലാ റബ്ബ് പരീക്ഷണം നടത്തും. പക്ഷെ ദൈവത്തിന്റെ മേഖലയിൽ നിന്ന് ഒരിക്കലും ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ വിളിക്കുമ്പോ ഇത് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള വോയിസുകള് പിന്നെ വീഡിയോ ആക്കിയിട്ട് നമ്മള് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ഞാനിപ്പോ നിങ്ങളെ ഒരു പള്ളിയിലെ ഒരു യഹോവ സാക്ഷിയായിട്ടുള്ള ഫുള്ള് കേട്ട് കുറെ ഉണ്ട്. ഫുള്ള് കേട്ട് ഞാൻ അയാളൊക്കെ സമ്മതിക്കുക ചെയ്യുന്നത്. മുഴുവൻ നിങ്ങൾ ചോദ്യത്തിന് ഒന്നിനും അയാൾ ഒരു എതിര് പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ അയാൾക്ക് ഒന്നാമത് അയാൾക്ക് പിന്നെ വളരെ ആപ്റ്റായിട്ട് ഞങ്ങളെ ചോദ്യങ്ങൾ മുഴുവനും. അദ്ദേഹത്തിന് ഈ വിഷയകമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അയാൾക്ക് അറിയില്ല. ഇയാൾ സംസാരിക്കും മനസ്സിലാക്കുന്നു. അയാൾ വേഗം പിന്നെ ഒഴിഞ്ഞാളാ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഒപ്പം ഇടക്ക് വെച്ച് ഒന്നോ രണ്ടോ സമയത്ത് ഒരു സ്ത്രീ സംസാരിക്കുന്നുണ്ട്. പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് കുറച്ചെങ്കിലും അറിയാം. ആരാധന എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഗ്നി ആരാധകര് സൂര്യ ആരാധകര് അല്ല, ശരിക്കും അത് അഗ്നി ആരാധകരാണ്, മജൂസികളാണ്. സൂര്യനെ ആരാധിക്കുന്ന വേറെ ടീം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങളെ പിന്നെ ഇതുണ്ടെങ്കില് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കിട്ടാൻ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തരണം കേട്ടോ. ഇൻഷാ അല്ലാ ചെയ്തു തരാം. ഞാൻ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഇൻഷാ അല്ലാ, ഇപ്പൊ നാട്ടിലല്ല ഉള്ളത്, പുറത്താണുള്ളത്. ആയിക്കോട്ടെ, ഒക്കെ പോലെ മതി. ഞാൻ നിങ്ങളെ പറയണം ചേച്ചി. ദ്വാരിക്കോ കയറാട്ടെ. ഞാൻ അടുത്ത് വീട്ടിലുണ്ട്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വിളിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ ഇതുപോലെയൊക്കെ സമയം ജോലി തിരക്കാണെങ്കിൽ നമ്മള് എടുത്തിട്ട് പിന്നെന്ന് പറയും. ഇപ്പൊ പറഞ്ഞൊരു വിഷയത്തെ കുറിച്ച് കൂടിയാണെന്ന് ഒന്ന് സൂചിപ്പിക്കാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളതിന് ആധികാരികമായിട്ട് വ്യക്തമായൊരു രേഖ ഇല്ലാട്ടില്ലേ? ഇല്ല. അതായത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. എന്റെ വീഡിയോയിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ പറയലിന് വ്യക്തമായ രേഖല്ല. ഒരു ബിദഅത്ത് എന്നുള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് ഒരു പുതിയ അറിവല്ല, ഗവേഷണങ്ങൾ നടത്തുന്ന നിരൂപണം നടത്തുന്ന പണ്ഡിതന്മാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധിച്ച് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ, ഈ സമയമില്ലാത്തത് കൊണ്ടും മറ്റുള്ള തിരക്കുകളിൽ പെട്ടുകൊണ്ടും ഒക്കെ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് വിട്ടുതരാം. എന്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ അതില് ആ ലിങ്കില് ഇവിടെ കയറിയാൽ മതി. ഇൻഷാ അല്ലാഹ്. ഓക്കെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ബറകല്ലാഹു ഫീക്.